അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും തന്ത്രപരമായ നീക്കം ഇപ്പോൾ ഇറാൻ പൊളിച്ചടക്കിയിരിക്കുകയാണ്. സിറിയയിലെ ഭരണാധികാരിയെ ഉപയോഗപ്പെടുത്തി ലെബനാനിലെ ഹിസ്ബുള്ളക്ക് നേരെ ആക്രമണം നടത്തി ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഈ തന്ത്രം. ഇസ്രയേലിനെ സുരക്ഷിതമാക്കാനുള്ള അമേരിക്കൻ നീക്കത്തിനാണ് ഇപ്പോൾ ശക്തമായ തിരിച്ചടി ഇറാൻ നൽകിയിരിക്കുന്നത്. ലെബനാനിലെ ഹിസ്ബുള്ളയെ തൊട്ടുകളിച്ചാൽ സിറിയയെ പല കേന്ദ്രങ്ങളിൽ നിന്നായി ആക്രമിച്ച് തകർത്ത് കളയും എന്നാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. മാത്രമല്ല, ഇത് സൗദി അറേബ്യ, ഖത്തർ, അതുപോലെ തുർക്കി തുടങ്ങിയ, അതുപോലെ ബഗ്ദാദ് തുടങ്ങിയ രാഷ്ട്രങ്ങൾക്കും ഇറാൻ ഇപ്പോൾ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഏതൊരു നീക്കവും ഹിസ്ബുള്ളക്കെതിരെ നടത്തിയാൽ അത് സിറിയ അതിന് വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ പറയുന്നു. ഇവിടെ ഈ മാപ്പ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ലെബനാൻ. ലെബനാൻ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്നു. ഇവിടെ നിന്ന് ഇസ്രായേലിന് വലിയ രൂപത്തിലുള്ള ഭീഷണി നേരിടുകയാണ്. കാരണം ഇറാന്റെ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി ലെബനാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നു. എന്നാൽ ഇസ്രായേലിനെ കൂടുതൽ ആക്രമിച്ച് തകർക്കാൻ വേണ്ടി കരുതിയിരുന്നെങ്കിലും ഇറാന്റെ ഷോക്കോടുകൂടെ ആ ആക്രമണങ്ങളുടെ തന്ത്രങ്ങളെല്ലാം ഇസ്രായേലിന് പരാജയപ്പെട്ടിരിക്കുകയാണ്. കാരണം അമേരിക്കക്കെതിരെയുള്ള ആക്രമണം നിർത്തണമെങ്കിൽ ഇസ്രായേൽ നടത്തുന്ന ലെബനാനിലെ ആക്രമണങ്ങൾ നിർത്തണമെന്ന് പറഞ്ഞതോടുകൂടെ ഇസ്രായേൽ വെട്ടിലായിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അഹമ്മദ് ഷറ എന്നറിയപ്പെടുന്ന പുതിയ സിറിയൻ ഭരണാധികാരിയെ ഉപയോഗപ്പെടുത്തി ലെബനാനെ ആക്രമിക്കാനാണ് നീക്കം. പക്ഷേ ഇപ്പോൾ ഇറാൻ പറയുന്നത് തുർക്കി, അതുപോലെ തന്നെ ഇറാഖ്, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാഷ്ട്രങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകി അത്തരം സിറിയയിൽ നിന്നൊരു നീക്കം നടത്തിയാൽ ഹിസ്ബുള്ളക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള സൈനിക നടപടി സിറിയയിൽ നിന്നുണ്ടായാൽ സിറിയ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ നിന്ന് ആക്രമിച്ച് തകർക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ ഈ മുന്നറിയിപ്പ് സ്വാഭാവികമായും അത് യാഥാർത്ഥ്യമായിരിക്കും. ഇന്നുവരെ ഇറാൻ നടത്തിയ ഓരോ മുന്നറിയിപ്പുകളും അവർ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നത് നമുക്കറിയാം. ഈ ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരം ഒരു കാര്യമാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നു. ലെബനാനിലെ ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്താൻ അമേരിക്കൻ ട്രംപും ഇസ്രയേൽ നടത്തിയ തന്ത്രപരമായ നീക്കമായിരുന്നു ഇത്. ഈ നീക്കത്തിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് സിറിയ ലെബനാനിലെ ഹിസ്ബുള്ളക്ക് നേരെ ആക്രമണം നടത്തുമെന്ന്. എന്നാൽ അതിനെയാണ് ഇപ്പോൾ ഇറാൻ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ സൈനികപരമായി തന്നെ സിറിയയിൽ ഇടപെടുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ പ്രേക്ഷകരായ പല ആളുകൾക്കും ഉപകാരപ്പെടാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. സൗജന്യമായ ഇംഗ്ലീഷ് പഠനത്തോടൊപ്പം നമ്മുടെ കുട്ടികൾക്കുള്ള മദ്രസ പഠനവും കൂടെ നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ത്വയ്ബ അക്കാദമി. മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി രണ്ട് പ്രത്യേകതകളാണ് ഈ സ്ഥാപനത്തിനുള്ളത്. ഒന്നാമത്തേത്, ഓരോ കുട്ടികളെയും ഇനീഷ്യൽ അസസ്മെന്റ് നടത്തി പ്രത്യേകമായ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. മദ്രസയിലേക്ക് തന്നെ പലപ്പോഴും എൻക്വയറി നടത്തുന്ന സമയത്ത് ചില കുട്ടികൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, വായിക്കാൻ അറിയുന്നില്ല, ക്ലാസ് 4ലോ 5ലോ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പരാതിപ്പെടുന്ന പല ആളുകളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെയെല്ലാം ഇതിലൂടെ നമുക്ക് അസസ്മെന്റ് സെഷൻ നടത്തി ആ കുട്ടിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ പ്ലാനാണ് മദ്രസ തയ്യാറാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഫ്രീ ഇംഗ്ലീഷ് ലേണിംഗ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലാണെങ്കിലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്താൻ അവരെ പര്യാപ്തമാക്കുന്ന ഒരു രീതിയാണ് ഈ പ്ലാനിങ്ങിലൂടെ അക്കാദമി തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് ഫ്ലുവൻ്റ് ആയി വായിക്കാനും സംസാരിക്കാനും അതോടൊപ്പം ഇംഗ്ലീഷ് ഗ്രാമറുകളെല്ലാം പഠിപ്പിക്കുന്ന രീതിയാണ്, അത്തരത്തിലുള്ള സിലബസ് ആണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ വിദേശത്തായതുകൊണ്ടോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കാൻ എന്തെങ്കിലും രീതിയിൽ തടസ്സം നേരിടുന്ന ആളുകൾക്കോ ഇതൊരു പക്ഷേ വലിയ ഉപകാരമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മദ്രസയോടൊപ്പം തന്നെ അവർക്ക് ഇംഗ്ലീഷും ലഭിക്കുന്നു എന്നതാണ് കേരളത്തിൽ ഓൺലൈൻ രംഗത്ത്, മദ്രസ രംഗത്ത് ഈ സ്ഥാപനത്തിന്റെ മാത്രം പ്രത്യേകത.